ഇച്ചിരി വെള്ളമല്ലേ പോകുന്നുള്ളൂ, തുള്ളിത്തുള്ളിയല്ലേ പോകുന്നുള്ളൂ, അത് സാരമില്ല എന്ന് പറഞ്ഞു. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയും. അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ചാൽ പെട്ടെന്ന് പിള്ളേർ പഠിച്ചോളൂന്നേ. എനിക്കൊരു മോനുണ്ടേ, വിശ്വാസമില്ല, സത്യമുണ്ട്. 5 വയസ്സാണ് പ്രായം, പേര് ലോക്കി. അവൻ ടാപ്പിൽ പോയി വെള്ളം എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കൂല, കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെക്കും. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റിറ്റിട്ട് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, ലോക്കി, നീ എന്നെ കാണിച്ചേക്കുന്ന വെള്ളത്തിന് വില നിനക്ക് അറിയത്തില്ലല്ലോ, ഇതൊന്ന് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഇച്ചിരി വെള്ളമല്ലേ പോകുന്നുള്ളൂ, തുള്ളിത്തുള്ളിയല്ലേ പോകുന്നുള്ളൂ, അത് സാരമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, മോൻ പോയിട്ട് ഒരു കുപ്പി ഗ്ലാസ് ഇങ്ങനെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവൻ കുപ്പി ഗ്ലാസ് എടുത്തോണ്ട് വന്ന് അതിൻ്റെ അടിയിലോട്ട് വെക്കാൻ പറഞ്ഞു. അടിയിലോട്ട് വെച്ചു. ഞാൻ പറഞ്ഞു, ഇനി പോയി കളിച്ചിട്ട് വരാൻ പറഞ്ഞു. അവൻ കളിക്കാൻ വേണ്ടി പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ തിരിച്ചു വിളിച്ചു. ഇപ്പോൾ ഒന്ന് നോക്കാൻ പറഞ്ഞു. വന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചേ, ആ ഗ്ലാസ് നിറച്ചും വെള്ളമായി. ഞാൻ ചോദിച്ചു, മോൻ എത്ര സമയം കളിക്കാൻ പോയി? ഇച്ചിരി സമയം കളിക്കാൻ പോയുള്ളൂ. ആ സമയം കൊണ്ട് ഇത്രയും വെള്ളം പോയി. മോൻ എന്ത് മനസ്സിലായി? ഓ, ഇത്രയും വെള്ളം നഷ്ടപ്പെടുന്നുണ്ടല്ലേ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാവേ. അവനെ തല്ലാനോ ഉപദേശിക്കാനോ, കുഞ്ഞുനാളിൽ ഞാൻ തലേ ചുമന്നുകൊണ്ട് വെള്ളം കൊണ്ടുവന്ന അതിന്റെ ബുദ്ധിമുട്ട് നിനക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതാണ് ഈ ഒരു ഒറ്റ അനുഭവം കൊടുത്തപ്പോൾ എന്തുണ്ടായി? തിരിച്ചറിവുണ്ടായി. ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങളെ പഠിപ്പിച്ചാൽ നമ്മൾ നന്നാവുമല്ലോ. ഇന്ന് വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും പറയണം, ഞങ്ങൾ ജെൻസിയാണ്, ഞങ്ങൾക്ക് ഉപദേശമല്ല വേണ്ടേ, അനുഭവങ്ങൾ വേണം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പറഞ്ഞേ. എക്സലന്റ്.